ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി എറണാകുളം കോൺഗ്രസിലും പൊട്ടിത്തെറി. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ എ ഗ്രൂപ്പ് പരസ്യമായി രംഗത്തെത്തി. കീഴ്മാട് ഡിവിഷനിൽ മുഹമ്മദ് ഷിയാസ് തന്നിഷ്ടപ്രകാരം സ്ഥാനാർത്ഥി നിശ്ചയിച്ചുവെന്ന് ജനറൽ സെക്രട്ടറി TH അബ്ദുൽ ജബ്ബാർ ആരോപിച്ചു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് DCC ജനറൽ സെക്രട്ടറിയും എ ഗ്രൂപ്പ് നേതാവുമായ TH അബ്ദുൽ ജബ്ബാർ ഉന്നയിക്കുന്നത്. DCC പ്രസിഡന്റിന്റെ നടപടികൾ ഏകപക്ഷീയമാണെന്ന് മുൻമന്ത്രി TH മുസ്തഫയുടെ സഹോദരൻ കൂടിയായ അബ്ദുൽ ജബ്ബാർ ആരോപിച്ചു. കോർ കമ്മിറ്റിയിൽ യാതൊരു ചർച്ചയും നടത്താതെ ഏകപക്ഷീയമായാണ് ജില്ലയിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. അതൊക്കെ ഒരു ചർച്ചയിലൂടെ, ജനാധിപത്യ രീതിയിലുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു ചർച്ചയിലൂടെയാണ് അത് ചെയ്യേണ്ടിയിരുന്നത്. തീർച്ചയായിട്ടും ഏകപക്ഷീയമായി തീരുമാനിച്ച കോർ കമ്മിറ്റിയും ജില്ലാ നേതൃത്വവും ചെയ്ത് തെറ്റാണ് എന്നുള്ളത് സത്യമാണ്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കീഴുമാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയമാണ് കലാപത്തിന് വഴി തുറന്നത്. അബ്ദുൽ ജബ്ബാർ ഉൾപ്പെടെ 3 പേരുടെ പട്ടികയാണ് കോർ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വന്നത്. എന്നാൽ പട്ടികയിലില്ലാത്ത മൂന്നാമതൊരാളെ DCC പ്രസിഡന്റ് പ്രത്യേക താൽപ്പര്യപ്രകാരം സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഈ ഡിവിഷൻ വിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് കൊടുത്തു, എന്ത് മാനദണ്ഡത്തിൻ്റെ പേരിലാണ് കൊടുത്തത്, അത് ഒന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഈ ജില്ലാ നേതൃത്വത്തിനും കോർ കമ്മിറ്റിക്കുണ്ട്. വർഷങ്ങളായി എ ഗ്രൂപ്പിന്റെ കൈവശമുള്ള സീറ്റാണ് കീഴുമാട് ഡിവിഷൻ. എന്നാൽ ഇക്കുറി എ ഗ്രൂപ്പിനെ തഴഞ്ഞ് VD സതീശന്റെ നോമിനിയെ രംഗത്തിറക്കുകയായിരുന്നു DCC പ്രസിഡന്റ്. ജില്ലയിൽ വിവിധയിടങ്ങളിൽ കോൺഗ്രസ് റിബലുകൾ രംഗത്തെത്തിയതിനു പിന്നാലെ DCC ജനറൽ സെക്രട്ടറി തന്നെ പരസ്യമായി പ്രതികരിച്ചത് നേതൃത്വത്തിന് തലവേദനയായി. കൈരളി ന്യൂസ്, കൊച്ചി.